ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 27ാമത് ദേശീയ യുവജനോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാസിക്കിൽ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. 30,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്രയിൽ തുടക്കം കുറിക്കും. ദേശീയ യുവജന ദിനത്തിൽ സ്വാമി വിവേകാനന്ദന് ആദരമർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ മുന്നേറുന്നു. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് തുടക്കമായി. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. റെയിൽ വ്യോമഗതാഗതത്തെ മൂടൽമഞ്ഞ് ബാധിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയ യുവജന ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 27ാമത് ദേശീയ യുവജനോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങ് പുരോഗമിക്കുകയാണ്. 1 ലക്ഷത്തോളം യുവജനങ്ങളെയാണ് പരിപാടിയിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. സ്വാമി വിവേകാനന്ദന്റെ പ്രബോധനങ്ങളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. എന്റെ ഭാരതം വികസിത ഭാരതം 2047 എന്നത് പ്രമേയമാക്കിയാണ് ഇക്കുറി ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ദേശീയ യുവജന ദിനത്തിൽ സ്വാമി വിവേകാനന്ദന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ ആത്മീയതയെയും സംസ്കാരത്തെയും അന്താരാഷ്ട്ര വേദികളിലെത്തിച്ച സ്വാമി വിവേകാനന്ദന് അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചിന്തകളും സന്ദേശങ്ങളും എല്ലാ കാലവും യുവാക്കൾക്ക് പ്രചോദനം പകരുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്ര സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. നാസിക്കിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണുന്നതിനായി ജനസഹസ്രങ്ങൾ തടിച്ചുകൂടിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ ഇന്ന് 30,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മുംബൈയിലും നവി മുംബൈയിലുമായി ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ചടങ്ങുകളിലാണ് അടൽ സേതു ഉൾപ്പെടെയുള്ള സുപ്രധാന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമായ അടൽ സേതുവിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. 17,840 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിന് 21.8 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത്. തുടർന്ന് നവി മുംബൈയിൽ അദ്ദേഹം ഈസ്റ്റേൺ ഫ്രീവേ ഓറഞ്ച് ഗേറ്റിനെ മറൈൻ ഡ്രൈവുമായി ബന്ധിപ്പിക്കുന്ന അടിപ്പാതയ്ക്ക് തറക്കല്ലിടും. 8,700 കോടി രൂപ ചെലവിലാണ് 9.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാത നിർമ്മിക്കുന്നത്. പാൽഘർ, താനെ ജില്ലകളിലെ ജലവിതരണത്തിനായുള്ള 1975 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയുടെ ആദ്യഘട്ടവും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 14 ലക്ഷം പേർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. 2,000 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും അദ്ദേഹം ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള നമോ മഹിളാ ശാക്തീകരൺ അഭിയാനും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദേശീയ യുവജന ദിനത്തിൽ സ്വാമി വിവേകാനന്ദന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ആദരമർപ്പിച്ചു. ഭാരതത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി രാജ്യത്തുടനീളം സഞ്ചരിച്ച മഹാനായ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണത്തിനായി പ്രചോദിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ ആത്മീയത പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമായി അദ്ദേഹം പ്രവർത്തിച്ചതായും രാഷ്ട്രപതി അനുസ്മരണ സന്ദേശത്തിൽ കുറിച്ചു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഇന്നു മുതൽ 11 ദിവസത്തെ പ്രത്യേക പൂജാവിധികളിൽ ഏർപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നതിൽ ഭാഗ്യമുണ്ടെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഭഗവാൻ ശ്രീരാമന്റെ അനുഗ്രഹത്താലാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പ്രതിനിധീകരിക്കാൻ തനിക്ക് അവസരം കൈവന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ 10ാം പതിപ്പിന്റെ സമാപന സമ്മേളനത്തെ ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ അവസാന ദിവസമായ ഇന്ന് കേന്ദ്ര സഹമന്ത്രിമാരായ നാരായൺ റാണെ MSME കോൺക്ലേവിലും കിഷോർ കൌശൽ സർക്കുലർ എക്കണോമി സെമിനാറിലും പങ്കെടുക്കും. ഇതിനു പുറമെ ക്ലീൻ എനർജി, ഹരിത ഹൈഡ്രജൻ, നെറ്റ് സീറോ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും വടക്കുകിഴക്കൻ മേഖലയുടെ വികസനം എന്ന വിഷയത്തിൽ സിമ്പോസിയവും നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ ഇലകമൺ, ഇടവ പഞ്ചായത്തുകളിലെ പര്യടനത്തോടെ ഗ്രാമീണ മേഖലകളിലെ പര്യടനം ഇന്ന് സമാപിക്കും. നഗരപര്യടനം പാളയം, പേരൂർക്കട എന്നിവിടങ്ങളിൽ നടക്കും. കണ്ണൂർ ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കും. ഉച്ചയ്ക്ക് ശേഷം പിണറായി പഞ്ചായത്തിലാണ് ജില്ലയിലെ അവസാനത്തെ സ്വീകരണം. കോട്ടയം ജില്ലയിൽ ഇന്ന് ഐമനം, വിജയപുരം ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടക്കും. എറണാകുളം ജില്ലയിലെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര ചിറ്റാട്ടുകരയിലും ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലും പുരോഗമിക്കുന്നു. നഗരപ്രദേശത്ത് കോതമംഗലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും ഉച്ചകഴിഞ്ഞ് മൂവാറ്റുപുഴ നെഹ്റു പാർക്കിന് സമീപവും യാത്ര എത്തിച്ചേരും. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. ഭക്തർക്ക് പരമാവധി സൌകര്യങ്ങൾ ഒരുക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് നാളെ പുറപ്പെടും. പന്തളം രാജകുടുംബത്തിന്റെ മരണത്തെ തുടർന്ന് കൊട്ടാരത്തിലും ക്ഷേത്രത്തിലും നടത്തേണ്ട ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാവില്ല. പരമ്പരാഗത പാതയിലൂടെ തിങ്കളാഴ്ച വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും. ഈ മാസം 15-നാണ് മകരവിളക്ക്. 4 ലക്ഷത്തോളം പേർ ഇക്കുറി മകരജ്യോതി ദർശിക്കാനെത്തുമെന്നാണ് കണക്കാക്കുന്നത്. എരുമേലിയിൽ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടകെട്ട് ഇന്ന്. മകരവിളക്കിന് മുന്നോടിയായുള്ള പ്രധാന ആചാരമായ പേട്ടതുള്ളലിന് ഭക്തി നിറവിലാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന ഇടത്താവളമായ എരുമേലി. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. ചെറിയമ്പലം എന്നറിയപ്പെടുന്ന പേട്ട ശാസ്താ ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ തിടമ്പ് പൂജിച്ച അമ്പലപ്പുഴ സംഘം അല്പം മുമ്പ് സമൂഹ പെരിയോൻ N ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ പേട്ടതുള്ളൽ ആരംഭിച്ചു. വർണ്ണങ്ങൾ വാരിപ്പൂശി പട്ടണവീഥികളെ ഭക്തിസാന്ദ്രമാക്കി നൈനാർ മസ്ജിദിലെത്തുന്ന സംഘത്തെ ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികൾ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിക്കും. മസ്ജിദിന് വലം വെച്ച് വാവൂരുസ്വാമിയുടെ പ്രതിനിധി താഴത്തു വീട്ടിൽ TH ആസാദിനെ ഒപ്പം കൂട്ടി അമ്പലപ്പുഴ പേട്ടതുള്ളൽ വലിയമ്പലം എന്നറിയപ്പെടുന്ന എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് നീങ്ങും. ക്ഷേത്രത്തിന് വലം വെച്ച് 2 മണിയോടെ പേട്ടതുള്ളൽ അവസാനിക്കും. 3 മണിയോടെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ പേട്ട ശാസ്താക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങും. യോഗം പെരിയോൻ അമ്പാടത്ത് AK വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ദേഹമാകെ ഭസ്മം പൂശി ശിവസ്തുതികൾ ചൊല്ലി ചടുലതാളത്തിലാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടകെട്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ ചില മേഖലകളിൽ ഇന്ന് അതിശൈത്യം അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുറഞ്ഞ താപനില 2 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഹിമാചൽ, UP, ബീഹാർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് തുടരും. ഡൽഹിയിൽ ഇന്ന് കുറഞ്ഞ താപനില 3.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. രാജ്യതലസ്ഥാനത്ത് ഈ ശീതകാല സീസണിലെ ഏറ്റവും തണുപ്പേറിയ ദിവസമാണിതെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കനത്ത മൂടൽമഞ്ഞ് കാഴ്ച തടസ്സപ്പെടുത്തിയത് വ്യോമ റെയിൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. 23 ട്രെയിനുകൾ ഇതേ തുടർന്ന് വൈകിയതായി റെയിൽവേ അറിയിച്ചു. 2008 നവംബറിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ-ഇ-തോയ്ബ അംഗവുമായ ഹാഫിസ് അബ്ദുൾ സലാം ഭൂട്ടാവി കഴിഞ്ഞ മെയ് മാസത്തിൽ മരിച്ചതായി UN രക്ഷാസമിതി സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ സർക്കാരിന്റെ കസ്റ്റഡിയിലായിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. 166-ലധികം പേർ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണത്തിൽ 300-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർക്കെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്കയും ബ്രിട്ടനും. ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഹൂതി ആക്രമണമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് പ്രത്യാക്രമണം ശക്തമാക്കിയത്. യമൻ തലസ്ഥാനമായ സന ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിലാണ് പ്രത്യാക്രമണം നടന്നത്. ലോകത്തിലെ പ്രധാന ജലപാതയിൽ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിനാണ് സംയുക്ത ആക്രമണം നടത്തിയതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. UK-ക്ക് പുറമെ ഓസ്ട്രേലിയ, ബഹ്റൈൻ, കാനഡ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പ്രത്യാക്രമണം നടത്തിയതെന്നും അദ്ദേഹം അറിയിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. മൊഹാലിയിലെ പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 17.3 ഓവറിൽ ലക്ഷ്യം മറികടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 27ാമത് ദേശീയ യുവജനോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാസിക്കിൽ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. 30,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്രയിൽ തുടക്കം കുറിക്കും.
ദേശീയ യുവജന ദിനത്തിൽ സ്വാമി വിവേകാനന്ദന് ആദരമർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ മുന്നേറുന്നു. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് തുടക്കമായി. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. റെയിൽ വ്യോമഗതാഗതത്തെ മൂടൽമഞ്ഞ് ബാധിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.